അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിൻ്റെ അനേകായിരം പുണ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കുവാൻ, അള്ളാഹുവിന് കൂടുതൽ കൂടുതൽ നന്ദി അർപ്പിക്കുവാനൊക്കെ നാം ശ്രമിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു, നമ്മുടെ നന്മകളുടെ അളവ് എത്രത്തോളം ഉണ്ടായിരുന്നു, അതിൽ ആത്മാർത്ഥതയുടെ തോതെത്രയായിരുന്നു, ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മുടെ സാന്നിധ്യം എത്രയായിരുന്നു, വിശുദ്ധ ഖുർആനുമായി നമ്മുടെ ഒരു അടുപ്പം അതെത്രത്തോളം ഉണ്ടായിരുന്നു, നമ്മുടെ സ്വഭാവം, അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ റമളാനിൻ്റെ തൊട്ടു മുന്നോടിയായി നാം ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നാം ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടി വന്നിരുന്നുവെങ്കിൽ നമ്മൾ എവിടെയായിരിക്കുമെന്നുള്ള ഒരാലോചന മാത്രം മതി അള്ളാഹു എത്ര നമ്മെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാൻ. അവിടെ നിന്ന് റമളാനിലേക്ക് പ്രവേശിച്ചതു മുതൽ അതാക്കും ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു എന്ന ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി.
വകുന്തും അലാ ശഫാ ഹുഫ്രത്തിൻ, നരകത്തിന്റെ വക്കീലായിരുന്നു നിങ്ങളെങ്കിൽ അവിടെ നിന്ന് നാമാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോഴുള്ളത്. ഇന്ന് ഈ അവസാനത്തെ 10-ലെ 25-ാം രാവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു ആത്മവിശ്വാസവും ഒരു സമാധാനവുമൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അൽഹംദുലില്ലാഹ്, നോമ്പെടുക്കാൻ പറ്റി. നോമ്പ് ഇതുവരെയുള്ളത് നോൽക്കാൻ കഴിഞ്ഞു. നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴി ദൂരം ഒരു നോമ്പ് കൊണ്ട് നാം മാറ്റപ്പെടുമെങ്കിൽ, അകറ്റപ്പെടുമെങ്കിൽ അതെത്ര വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് 10 പ്രതിഫലം പറഞ്ഞ ആ വിശുദ്ധ ഖുർആനിലെ എത്രയെത്ര അധ്യായങ്ങളാണ് നാം ഓതിക്കൊണ്ടേയിരിക്കുന്നത്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം നാം നമ്മുടെ കൈകളിൽ മുസ്ഹഫ് എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ കൈകളിലെ മൊബൈൽ ഫോണുകളിലുള്ള ആപ്പുകളിൽ വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങളോടൊത്ത് നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. എത്രയാണ് അള്ളാഹു അതിനൊക്കെ കണക്കാക്കിയ പ്രതിഫലമെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ. എത്ര വേഗതയിലാണ് പള്ളികളിൽ നിന്ന് ബാങ്ക് വിളികൾ കേൾക്കുമ്പോഴേക്ക് പള്ളിയിലേക്ക് ഓടിയെത്താനും ഒന്നാമത്തെ സൊഫിൽ ഒരിടം കിട്ടാനും ഒക്കെ നമ്മൾ ആഗ്രഹിച്ചത്. ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം പള്ളിയുടെ ഒന്നാമത്തെ സൊഫിലിരുന്ന് അള്ളാഹുവിനോട് തൻ്റെ നൊമ്പരങ്ങളും സങ്കടങ്ങളും ഏറ്റുപറയാൻ നമുക്ക് എത്രയാണ് സമയം കിട്ടിയത്. അള്ളാഹുവിൻ്റെ വല്ലാത്ത അനുഗ്രഹങ്ങൾ. നമ്മുടെ നമസ്കാരങ്ങളെ, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളെ എത്രയാണ് അധികരിപ്പിച്ചത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. റവാത്തിബ് സുന്നത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതം സമ്പന്നമായി. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമായി മാറി. രാത്രിയിലെ തറാവീഹ് നമസ്കാരങ്ങളും ഖിയാമുൽ ലൈലുകളും നമുക്ക് തന്ന അനുഭൂതി എത്രയാണ്. ഓരോ നമസ്കാരം കഴിഞ്ഞ് ഇമാമിനോടൊപ്പം നമസ്കാരം അവസാനിപ്പിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. നാം എത്രയോ നന്നായിരിക്കുന്നു എന്ന്, നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന്, റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ മാത്രം നന്മകൾ ജീവിതത്തിൽ നേടിയെടുത്തിരിക്കുന്നു എന്ന്, നേടാൻ കഴിഞ്ഞിരിക്കുന്നു, അതിനുള്ള പരിശ്രമങ്ങളിൽ ഞാൻ പങ്കാളിയായിരിക്കുന്നു എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദാനധർമ്മങ്ങളുടെ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ എന്തെങ്കിലും ഒന്ന് ധർമ്മം ചെയ്യാത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല. അതത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അതിൻ്റെ വലുപ്പവും പുണ്യവും തീരുമാനിക്കുന്നത് പടച്ച തമ്പുരാനാണ്. നമ്മുടെ ഇഖ്ലാസിനനുസരിച്ച്, നമ്മുടെ മനസ്സിനനുസരിച്ച് നാം നൽകുന്നതെന്തോ, നാം നൽകാൻ ആഗ്രഹിച്ചതെന്തോ അതെല്ലാം പുണ്യമാണ്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ സന്ദർഭങ്ങളിലെല്ലാം നാം ആകാശ ലോകത്തേക്ക് ഉയർത്തിയ പ്രാർത്ഥനകൾ എത്രയാണ്. ജീവിതത്തിൽ ഈ റമളാനിലല്ലാതെ ഏത് മാസത്തിലാണ് അത്രമാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു, സ്വർഗത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട് ട്ടോ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ട് ട്ടോ, നന്നായി മുതലെടുക്കണേ, നന്മ ചെയ്യുന്നവരെ മുന്നോട്ട് കുതിച്ചു വരൂ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരൂ, തിന്മകളിൽ അഭിരമിക്കുന്നവരെ അവസാനിപ്പിക്കൂ, കുറക്കൂ, അതിനെ ചുരുക്കൂ എന്ന വാചകത്തെ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ജീവിതത്തോട് ചേർത്തു പിടിച്ചിട്ടുണ്ട് എന്ന് വല്ലാത്ത ഒരു അഭിമാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ നമുക്ക് പറയാൻ കഴിയുന്ന സന്ദർഭമാണിത്. അള്ളാഹുവിന് ശുക്ർ, അത് നിർബാധം തുടരുക. അള്ളാഹുവിനോട് ഹംദ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നാഥ, നീ ഞങ്ങളെ വിശുദ്ധരാക്കിയല്ലോ എന്ന്, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ എന്ന് അത് ആത്മാർത്ഥമായി റബ്ബിനോട് ഇനിയും ഇനിയും നിർവഹിക്കാൻ ഈ സന്ദർഭങ്ങളിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ്. എന്തുകൊണ്ട് നമുക്കിങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, നാം ആഗ്രഹിച്ചത് ഈ ദുനിയാവിന്റെ വിഭവങ്ങളോ ദുനിയാവിന്റെ നേട്ടങ്ങളോ ഒന്നുമല്ല എന്നതുകൊണ്ടാണ്. മറിച്ച് നാം നേടാൻ ആഗ്രഹിച്ചത് ഈ ലോകത്തിനപ്പുറം അല്ലാഹു നമുക്ക് വേണ്ടി ഒരുക്കി തരാമെന്ന് പറഞ്ഞ സ്വർഗീയ സന്തോഷങ്ങളിൽ അഭിരമിക്കലാണ്.
ആ ആനന്ദങ്ങളും അനുഭൂതികളും അനുഭവിക്കലാണ്. അതിനുവേണ്ടി ജീവിതത്തിൽ ഭക്ഷണം മാറ്റിവെക്കണോ? മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ്. ജീവിതത്തിലെ മറ്റു സുഖങ്ങളും സന്തോഷങ്ങളും അല്പസമയത്തേക്ക് മാറ്റിവെക്കണോ? ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ്. ജീവിതത്തിന്റെ പാതിരാവുകൾ അള്ളാഹുവേ നിന്നെയോർത്ത് നിന്നിലേക്ക് കൈകൾ ഉയർത്തി എന്റെ നൊമ്പരങ്ങളും സങ്കടങ്ങളും ഞാൻ നിന്നോട് പറയാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കണോ റബ്ബേ, ഞാൻ അതിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചവരാണ് നമ്മൾ. ദുനിയാവാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൻ കാന യുരീദുൽ ആജില അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് ثم جعلنا له جهنم يصلاها مذموما مدحورا. നിങ്ങൾ ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിസ്സാരമായ ക്ഷണികമായ നമ്മുടെ ശ്വാസമൊന്നു നിലച്ചുപോയാൽ നമ്മുടേത് അവസാനിക്കുന്ന, അല്ലെങ്കിൽ ഇനി അത്രമേൽ നിസ്സാരമായ ഒരു ഇടമായ ഈ ദുനിയാവിന്റെ എന്തെങ്കിലും ലാഭങ്ങളും നേട്ടങ്ങളുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ പറയാൻ അല്ലാഹു പറഞ്ഞു, അജ്ജൽനാ ലഹു, പടച്ചവൻ അതൊക്കെ നമുക്ക് ആക്കി തരുന്നതാണ്. നമ്മൾ ദുനിയാവിന്റെ മാത്രം അങ്ങനെ ആഗ്രഹിച്ചു പോണ ആൾക്കാരാണെങ്കിൽ അല്ലാഹു അതൊക്കെ തരുന്നതാണ്. അതിനു വേണ്ട ചില സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് ഒരുക്കി തരുന്നതാണ്. ചിലതൊക്കെ പടച്ചവൻ വേഗത്തിലാക്കി തരും. എന്നിട്ടോ അല്ലാഹു പറയാണ്, സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നെ അവന് അല്ലാഹു ജഹന്നമാണ് ആക്കി കൊടുക്കുക. യസ്ലാഹാ മദ്മൂമം മദ്ഹൂറ, ആക്ഷേപിക്കപ്പെട്ടവനായി, കാരുണ്യത്തിൽ നിന്ന് തടയപ്പെട്ടവനായി നരകത്തിൽ അവൻ കത്തിയെരിയുമെന്നാണ്. ദുനിയാവ് മാത്രം ആഗ്രഹിച്ച് ജീവിച്ചാൽ കിട്ടും. ദുനിയാവിൽ എത്ര മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്? വിശ്വാസമില്ലാത്ത, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുൽ വിശ്വസിക്കാത്ത എത്രയെത്ര മനുഷ്യർ എന്തെല്ലാം സുഖാഡംബരങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അജ്ജൽനാ ലഹു ഫീഹാ, അത് പറിച്ചോ അതിനോട് ഒരുക്കി കൊടുക്കും, സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. ബോധം വന്നിട്ടില്ല എങ്കിൽ അവർക്കെല്ലാം നഷ്ടമായിരിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടലിൽ വിരൽ മുക്കി അതിൽ നിന്നുറ്റി വീഴുന്ന വെള്ളത്തുള്ളിയെ നോക്കി പറഞ്ഞ വാചകം നമുക്ക് ഓർമ്മയുണ്ട്. ഇതാണ് ദുനിയാവ്, ഈ സാഗരമാണ് പരലോകമെന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ അറാദൽ ആഖിറ, ആരാണോ പരലോകത്തെ ലക്ഷ്യം വെക്കുന്നത്, ആരാണോ പരലോകം ആഗ്രഹിക്കുന്നത്, മരണാനന്തരമുള്ള ജീവിതത്തിൽ സന്തോഷമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്, ഖബറിൽ ആശ്വാസം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, നാളെ പരലോകത്ത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ വന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, നാഥനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്, സ്വർഗത്തിലെ സുഖാനുഭൂതികൾ അനുഭവിക്കണമെന്ന് ആരാണോ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ട പരിശ്രമങ്ങൾ നടത്തുന്നവരുമാരോ, ആ സ്വർഗം കിട്ടാൻ എന്താ വേണ്ടേ? വിശ്വാസം വിശുദ്ധമാകണം, അമലു സ്വാലിഹാത്ത് വേണം, തിന്മകൾ അവസാനിപ്പിക്കണം. അതാരാണോ ചെയ്യുന്നത്, ആരാണോ ആ പരിശ്രമങ്ങൾ നടത്തുന്നത്, വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട്, ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ പരിശ്രമങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാണ്. അത് പടച്ചോൻ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ അവസാന ദിനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ട സ്വർഗത്തിന് വിഘാതമായ എന്തെങ്കിലും നമ്മുടെ വിശ്വാസരംഗത്തുണ്ടോ, കർമ്മരംഗങ്ങളിലുണ്ടോ എന്നത് നാം ഒന്ന് പരിശോധിക്കണം. വിശ്വാസത്തിൽ ഒരു പിഴവുമില്ലെന്ന് ഉറപ്പുവരുത്തണം. അള്ളാഹുവിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഒരു പിഴവുമില്ലെന്ന് ഉറപ്പുവരുത്തണം. റബ്ബിന്റെ കഴിവും ശക്തിയും അതെന്താണ്? അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അവനെ ഏകനാക്കുക എന്ന് പറഞ്ഞ വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണം, അതെങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, സ്വഹാബത്തിന് ബോധ്യപ്പെടുത്തിയത്, നമ്മുടെ ഈ തലമുറയിലേക്കടക്കം ആ ആശയങ്ങൾ കൃത്യമായി വന്നെത്തിയത്, അതുതന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. ഈ ദുനിയാവിലുള്ള എല്ലാ സൃഷ്ടികളുടെയും അപ്പുറത്തൊരു ശക്തി, ആ ശക്തിക്ക് കഴിയാത്തതൊന്നുമില്ല. ആ പടച്ച തമ്പുരാനിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് അങ്ങനെ തന്നെ പോകുന്നുണ്ടോ, അങ്ങനെ തവക്കുലാക്കി പോകുന്നുണ്ടോ? ആ റബ്ബിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. വിശ്വാസത്തിലും മറ്റൊന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അതുണ്ടായാൽ നഷ്ടമാണ്. അള്ളാഹുവിനുള്ള ഏതെങ്കിലും ഒരു സംഗതി, അതിൻ്റെ ഏതെങ്കിലും ഒന്ന് മറ്റേതെങ്കിലും സൃഷ്ടികൾ കൊണ്ടെന്ന് വിശ്വസിച്ചാൽ മതി, ഷിർക്കായി എന്നുള്ളതാണ്. വിശ്വസിച്ചാൽ മതി, തേടണ്ട.
പ്രാർത്ഥിക്കണ്ട, അമല് ചെയ്യണ്ട. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത്, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണം മറ്റെന്തിനെങ്കിലും ഉണ്ടെന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ കടന്നു വന്നാൽ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ, സ്വർഗം നിഷിദ്ധമാണ്, നരകത്തിൽ എത്തിച്ചേരും. ആരും സഹായിക്കാനൊന്നുമില്ലാത്തൊരു ഇടം അങ്ങനെയൊന്നുണ്ട്, അവിടെ നമ്മൾ ചെന്നു ചേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ പിഴവില്ലാതിരിക്കട്ടെ. കുഫറിന്റെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എവിടെയും വരുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കുഫറിന്റെ ഒന്നും കടന്നു വരരുത്. ഗൗരവത്തിൽ നമ്മൾ കാണണം. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കുള്ള മാതൃകയാണ്. സുന്നത്ത് എന്ന് പറയുമ്പോൾ മനസ്സിൽ കടന്നു വരുന്ന ഒരു വാചകമുണ്ട്, ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതും. ആ സുന്നത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കുള്ളതാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ അത് കാലം അവസാനിക്കുന്നത് വരെ ഉള്ളതാണ്. ഈ ലോകം അവസാനിക്കുന്നത് വരെ അതിവിടെ ഉണ്ടാകും. ആ സുന്നത്തുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാനും അത് ജീവിതത്തിന്റെ ഭാഗമാക്കാനും നമ്മൾ പരിശ്രമിക്കണം. ഇപ്പോൾ ഒരാൾ ഏതെങ്കിലും ഒരു സുന്നത്ത് എടുക്കണില്ലെങ്കിൽ ആ സുന്നത്തിന്റെ പുണ്യ ആൾക്ക് കിട്ടില്ല. അതേസമയം നമ്മൾ എടുക്കാത്തതിന്റെ പേരിൽ, നമുക്ക് ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ സുന്നത്തൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സുന്നത്തൊന്നും വേണ്ടതില്ല എന്ന രൂപത്തിൽ സംസാരങ്ങളോ ഇടപെടലുകളോ കടന്നു വരുമ്പോൾ അത് കുഫറിലേക്ക് എത്തുമെന്നത് നാം ഭയപ്പെടണം, നാം പേടിക്കണം. ദീന് എന്ന് പറഞ്ഞത് ഒരു കളിയും തമാശയായിട്ട് നമ്മൾ കാണാൻ പാടില്ല, നിസ്സാരമായി കാണാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വചനങ്ങൾ അത് നമുക്ക് മാതൃകയായിട്ടുള്ളതാണ്. അത് ചെയ്യാതിരുന്നാൽ ആ പുണ്യാണ് നഷ്ടപ്പെടുന്നത്. പക്ഷേ അതിനെ നിഷേധിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്പെടുത്തിയ ഒരു കാര്യത്തെ അങ്ങനെ ഇല്ലെന്ന് തീർത്തു പറയുന്ന ഒരു പ്രകൃതത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് ഈമാനാണ്. അങ്ങനെ ഈമാൻ നഷ്ടപ്പെടുന്നില്ല എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ വിശ്വാസത്തെ ബാധിക്കുന്ന നിഫാഖിന്റെ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു ഇടം പറഞ്ഞാൽ നിഫാഖിന്റെ ചില സാധ്യതകളാണ്. അതിനെ നമ്മൾ പേടിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മുനാഫിക്കുകൾ ആരാണെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ച വിവരമറിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യമില്ലേ, ഹുദൈഫ, ഈ ഉമറിന്റെ പേര് ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞിട്ടുണ്ടോ ഹുദൈഫ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് നിഫാഖത്തെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ എന്ന് പേടിച്ചത്. ഹല്ലല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും അങ്ങനെ തന്നെയാണ് അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങനെ കൂടെ ഇരുന്ന് ഖുർആനും അതിന്റെ വിശദീകരണങ്ങളും സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഈമാൻ, അവിടെ നിന്ന് തിരിച്ചിറങ്ങി വീട്ടിലെത്തിയാൽ, കുടുംബത്തിലേക്ക് എത്തിയാൽ, കച്ചവടത്തിനിറങ്ങിയാൽ, ഭൗതിക കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചാൽ നിലനിർത്താൻ കഴിയാത്തത് എനിക്ക് നിഫാഖാണോ എന്ന് ചോദിച്ച, ഞാൻ മുനാഫിക്കായി പോയില്ലേ എന്ന് പേടിച്ച ഹല്ലല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, മലക്കുകൾ മയ്യിത്ത് കുളിപ്പിച്ച ഹല്ലല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കണത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാധ്യത എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രഹസ്യ ജീവിതം അത് വിശുദ്ധമാണോ എന്ന് നോക്കിയാൽ മതി. രഹസ്യ ജീവിതം വിശുദ്ധമാണോ എന്നുള്ളത്, നാം നമ്മളല്ലാതെയാകുന്നുണ്ടോ എന്നുള്ളത്. മറ്റുള്ളവർക്ക് മുമ്പിൽ നാം വിശുദ്ധരാണ്, നാം മാന്യന്മാരാണ്. നമ്മുടെ ചെയ്തികളും നമ്മുടെ വേഷവും നമ്മുടെ രൂപവും ഭാവവുമെല്ലാം ഒരു വിശുദ്ധരുടെ ഭാവമാണ്, വേഷമാണ്, രൂപമാണ്. ആ വേഷവും ഭാവവും ഒക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു മറയാക്കി തിന്മകൾക്ക് അവസരം ലഭിക്കുമ്പോൾ ആ തിന്മകളോട് ചേർന്നു നിൽക്കുന്നവരാണോ നമ്മൾ എന്നത് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നഷ്ടാണ്, ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. ഈ ഭൂമിയിലെ സംഭവ വികാസങ്ങൾ വിളിച്ചു പറയുന്നല്ലേ, എല്ലാം പുറത്തു കൊണ്ടുവരുന്നല്ലേ. സർവരഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു സന്ദർഭമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നിഷിദ്ധമായ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പുതിയ കാലത്ത് നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും
അതിലെ ചാറ്റിംഗ് സൗകര്യങ്ങളുമൊക്കെ എത്രമാത്രം നമ്മെ നശിപ്പിക്കാൻ ഉതകുന്നതാണ് എന്നത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഏതെങ്കിലും അവിഹിത ബന്ധങ്ങൾ നാം കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ അവിഹിത ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ചെയ്ത നന്മകളാണ് എന്നുള്ള ബോധം ഉണ്ടാകും. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കണ്ണുകളുടെ കട്ടുനോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിൽ എന്തു മറച്ചു വെക്കുന്നുവോ അതും പടച്ച തമ്പുരാൻ അറിയുന്നു. പിന്നെ ഏതാണ് റബ്ബിൽ അറിയാത്ത കാര്യമുള്ളത്? പടച്ചവന്റെ അടുത്ത് ഒന്നും മറഞ്ഞു പോവില്ല, ഒന്നും മറഞ്ഞു പോവില്ല. അതുകൊണ്ട് തിരുത്താനും അവസാനിപ്പിക്കുവാനുമുള്ള അവസാനത്തെ നിമിഷം എന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ കനിഞ്ഞു നൽകിയ ഈ റമളാനിന്റെ സന്ദർഭങ്ങളാണ്. പടച്ചവൻ തന്നതാണ്. അത് നമ്മൾ എന്ത് ചെയ്യരുത്, ഇനി നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ റമളാൻ കഴിയുമ്പോൾ ഒരു മനുഷ്യന് വിശുദ്ധനാകാൻ കഴിയല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മിമ്പർമക്ക് കയറുമ്പോൾ പ്രാർത്ഥനക്ക് ആമീൻ ചൊല്ലിയത്? സ്വഹാബത്ത് ചോദിച്ചില്ല, എന്താണ് നബി, ആരാ പ്രാർത്ഥിച്ചത്, എന്തിനാണ് നിങ്ങൾ ആമീൻ ചൊല്ലിയത്? അതിലെന്താ ഒന്ന് പറഞ്ഞേ, റമളാൻ കിട്ടിയിട്ട് പാപങ്ങൾ മായ്ക്കപ്പെടാത്തവൻ നശിച്ചു പോട്ടെ, അവൻ വിദൂരം പോകട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ ചൊല്ലിയെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? റമളാൻ കൊണ്ടൊരു മനുഷ്യന് അവന്റെ മുഴുവൻ പാപങ്ങളും മായ്ച്ചു കളയാൻ, കഴുകിക്കളയാൻ കഴിയുമെന്നാണ്. അത് സംഭവിക്കണം. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി സംഭവിച്ച ഓരോ കാര്യങ്ങളും അള്ളാഹുവിനോട് ഏറ്റെടുത്തു പറഞ്ഞ്, റബ്ബേ അവസാനിപ്പിച്ചു, ഞാൻ നിർത്തി, ഞാൻ തിരുത്തി, ഞാനൊരു പുതിയ മനുഷ്യനായി എന്ന് പറയാൻ കഴിയണം. അത് റബ്ബ് സ്വീകരിക്കുന്നതാണ്. റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണെന്നാണ്, വല്ലാത്ത ഇഷ്ടമാണെന്നാണ്. നോക്കൂ നിങ്ങൾ, ആ ഹദീസിന്റെ ഒരു ആശയമുണ്ടല്ലോ. ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ തൻ്റെ ഒട്ടകപ്പുറത്ത് വസ്ത്രവും ഭക്ഷണം കയറ്റി യാത്ര ചെയ്യുക. ആ മനുഷ്യൻ ഇങ്ങനെ അല്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു തണൽ കിട്ടുമ്പോൾ അവിടെ ഇരിക്കുക. ഒന്ന് മയങ്ങി കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒട്ടകത്തിൻ കാണാനില്ല, വസ്ത്രവും കാണാനില്ല, ഭക്ഷണവും ഇല്ല. ആ മനുഷ്യൻ കിടന്നലയുന്നുണ്ടെന്നാണ് ആ മരുഭൂമിയിലൂടെ. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കണ മരുഭൂമിയിൽ തലങ്ങും വിലങ്ങും ഓടുകയാണ്, എവിടെയെന്ന് വെച്ചിട്ട്. അവസാനം നിരാശനായിരിക്കുന്ന ഒരു ഇരുത്തം. ഇല്ല, ഇനി കിട്ടൂല, അത് പോയി എന്ന് പറഞ്ഞാൽ വാഹനം നഷ്ടപ്പെട്ടു, ഭക്ഷണമില്ല, അതുമില്ല, തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് തീരുമാനിക്കുന്ന ഒരു സന്ദർഭമല്ല അത്. അങ്ങനെ ആ നിരാശപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഒട്ടക അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണെന്നാണ്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഭക്ഷണവും വസ്ത്രമൊക്കെ അവിടെ ഉണ്ട്. അതിങ്ങനെ വരുന്ന സമയത്ത് ഈ മനുഷ്യന്റെ സന്തോഷ പ്രകടനത്തിന്റെ ആധിക്യത്തിൽ ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണ്, പടച്ചോനെ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ്. സന്തോഷം കൊണ്ട് മാറിപ്പോവാണ്. ഞാൻ നിന്റെ അടിമയും നീ എൻ്റെ ഉടമയുമാണ് റബ്ബേ എന്ന് പറയുന്നതിന് പകരം നേരെ തിരിഞ്ഞു പോവുകയാണ് വർത്താനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിനേക്കാൾ വലിയ സന്തോഷമാണ് തെറ്റുപറ്റിയ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് റബ്ബേ തെറ്റുപറ്റിപ്പോയി റബ്ബേ എന്ന് ഒന്ന് വേദനിച്ചു പറഞ്ഞാൽ, പുറത്തു തരണ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സന്തോഷമാണ്. അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. പടച്ചോന്റെ ആ സന്തോഷം അത് നമുക്ക് കിട്ടണം. പടച്ചോന്റെ കാരുണ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. എല്ലാം ഒരു സംഗതിയും ബാക്കി വെക്കാതെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൻ്റെ രഹസ്യ സന്ദർഭങ്ങളും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഓർമ്മയുള്ള കാര്യങ്ങളും മറന്നുപോയ കാര്യങ്ങളും. ഖുർആനിലെ പ്രാർത്ഥന അങ്ങനെ തന്നെയല്ലേ? അള്ളാഹുവേ ഞങ്ങൾക്ക് പറ്റിപ്പോയത്, ഞങ്ങൾ മറന്നുപോയത് എല്ലാം പടച്ചവനോട് പറയാം. അള്ളാഹു ഗഫൂറാണ്, ഗാഫിറുദ്ദംബാണ്, ഗഫാറാണ്, ഏറെ പൊറുക്കുന്നവൻ, എല്ലാം പൊറുക്കുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഏൽപ്പിച്ച വാചകം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിരാവിൽ രാത്രിയുടെ 1/3 ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നാണ്. ആരുണ്ടെന്നോട് ചോദിക്കാൻ, ഞാൻ അവന് നൽകാം. ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ, ഞാൻ അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാം. ആരുണ്ടെന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കാൻ,
ആരുണ്ടെന്നോട് പാപമോചന പ്രാർത്ഥന നിർവഹിക്കാൻ, അവന്റെ പാപമോചനം ഞാൻ സ്വീകരിക്കാം. പടച്ചോൻ കാത്തിക്കാണ്, പടച്ച തമ്പുരാൻ കാത്തിരിക്കുകയാണ്. സമയം കിട്ടിയില്ല എന്ന് ഇനി നമ്മൾ പറയരുത്. സമയം കിട്ടിയവരാണ് നമ്മൾ. നാം ഉണരുന്ന അത്താഴത്തിന്റെ സന്ദർഭങ്ങളിൽ നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. രാത്രിയുടെ 1/3 അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കാര്യങ്ങൾ പടച്ചോനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ്, ചൊല്ലണം എല്ലാ ദിവസവും. അദ്കാറുകളുടെ കൂട്ടത്തിൽ രാവിലെ വൈകുന്നേരം നമുക്ക് ചൊല്ലാനുണ്ട്. അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ നമുക്കത് ചൊല്ലാം. ആ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കിട്ടാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ചൊല്ലി രാവിലെ ചൊല്ലി വൈകുന്നേരത്തിൻ്റെ ഇടയിൽ മരിച്ചാൽ അവൻ യഥാർത്ഥ ഫിത്രത്തോടുകൂടെ മരിച്ചു എന്നാണ്. വൈകുന്നേരം ചൊല്ലി നേരം പുലരുന്നതിൻ്റെ ഇടയിൽ മരിച്ചാൽ അവൻ യഥാർത്ഥ ഫിത്രത്തോടു കൂടി മരിച്ചു എന്നാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ അറിയില്ലെങ്കിൽ നമ്മുടെ ഫോണിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതൊന്ന് ഈ റമദാനിൽ നമ്മൾ ചൊല്ലി പഠിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. എന്നും നിത്യം നമ്മളത് നിർവഹിക്കാൻ തയ്യാറാവുക. അതുപോലെ തന്നെ പാപങ്ങളേറ്റു പറയാൻ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും കാണാൻ കഴിയും. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹു സ്വീകരിക്കുമെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. അതെടുത്തു പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാം ഞാൻ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഒരു സമാധാനം എത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ്. നമുക്കൊരു സന്തോഷം, അൽഹംദുലില്ലാ, ഇപ്പം ഞാനൊരു റാഹത്തിലാണ് എന്ന രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ ചുരുക്കം. സഹോദരങ്ങളെ, അവസാന അവസരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുതലാക്കണം, നന്നായി മുതലാക്കണം. നോക്കൂ നിങ്ങൾ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും കാലത്തെ ഓരോ സംഭവങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ അവരൊക്കെ എത്രയാണ് ഈ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമില്ലേ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്താൽ, ഫർളും ചെയ്ത് സുന്നത്തുകളും അധികരിപ്പിച്ചാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞില്ല. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു പടച്ചോൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഇഷ്ടാവുന്നു. എന്നിട്ട് ആ അടിമയുടെ വിശേഷണമായി പറഞ്ഞത് കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും, അവൻ പിടിക്കുന്ന അവൻ്റെ കൈകൾ ഞാനാകും, അവൻ നടക്കുന്ന കാലുകൾ ഞാനാകും. ഇത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കണ്ണുകൊണ്ട് പിന്നെ റബ്ബ് ഇഷ്ടപ്പെടാത്തത് കാണൂല, ആ കാതുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടാത്തത് അവൻ കേൾക്കൂല, ആ കൈകൾ കൊണ്ടൊരു ഹറാം അവൻ തൊടൂല, ആ കാലുകൾ ഉപയോഗിച്ചൊരു തിന്മയിലേക്ക് അവൻ ചെന്നു ചേരില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വഇൻ സഅലനീ ലഉതിയന്ന, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. എന്നോടവൻ ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കുന്നതാണ്. എന്ത്? നമ്മൾ ഈ റമളാനിൽ നിർവഹിച്ച പ്രവർത്തനങ്ങൾ അതാണ്. ഫർളുകൾ കൃത്യമായി നമ്മൾ നിർവഹിച്ചു, അനേകം സുന്നത്തുകൾ നമ്മൾ നിർവഹിച്ചു, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേടിയെടുത്തു. ഇനി അള്ളാഹുവിനോട് ചോദിച്ചാൽ പടച്ച തമ്പുരാൻ തരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ ആ ഓർമ്മയിൽ എന്ത് ചെയ്യണം? പടച്ചവനോട് ചോദിക്കണം. എല്ലാം റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം. റബ്ബേ, നീ വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് തരണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. അതാണ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞത്. ഉക്കാശയുടെ ചരിത്രം അറിയാലോ. അത് ഉക്കാശ കൊണ്ടുപോയി അറിഞ്ഞില്ലേ? അതാൾ കൊണ്ടുപോയി എന്നറിയില്ല. ചില സംഗതികൾ അത്രയും പെട്ടെന്ന് അത് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചു അവർ. മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, നബിയെ, ഇങ്ങനെ ഒരു ആയത്തുണ്ടോന്നാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ആയത്തുണ്ടോ നബിയെ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉണ്ട്, അങ്ങനെ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, എനിക്ക് ഒരുപാട് സ്വത്തുണ്ടല്ലോ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറൂഹാവ് തോട്ടാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നമ്മൾ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കാറില്ലേ? ആ തണലിൽ നമ്മൾ കൊള്ളാറില്ലേ? അവിടെ നിന്ന് വെള്ളം കുടിക്കാറില്ലേ? അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പച്ചയും പഴുത്തതുമൊക്കെ ആയിട്ടുള്ള ഫലങ്ങൾ നമ്മൾ കഴിക്കാറില്ലേ നബിയെ? ആ തോട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത്
ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഒരു വചനം എത്രമേൽ ഹൃദയത്തെ സ്പർശിച്ചു എന്ന് ചോദിച്ചാൽ ആ ആയത്തിനനുസരിച്ച് തൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ അവസരം അദ്ദേഹം മുതലെടുത്തു എന്നുള്ളതാണ്. നബിയെ, ആ തോട്ടം ഞാനിതാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഞാനത് റബ്ബിൻ്റെ മാർഗത്തിൽ തന്നിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, വമ്പിച്ച ലാഭം കൊയ്ത ഒരു സമ്പത്താണത്, വല്ലാത്തൊരു ലാഭമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിനക്ക് നൽകിയിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. അതായത് വേദനിക്കുന്ന ഒരു വിഹിതം നൽകുക എന്ന് പറയുന്നത്, വേദനിക്കുന്ന ഒരു വിഹിതം, ഖനപ്പെട്ട ഒരു വിഹിതം അത് നൽകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, പലപ്പോഴും നമ്മളൊക്കെ ധർമ്മം കൊടുക്കുമ്പോൾ അത് എത്രയാകട്ടെ അത് അള്ളാഹു ഇഖ്ലാസിനനുസരിച്ച് സ്വീകരിക്കും. പലപ്പോഴും ഉള്ളതിൽ എന്താണ് ചെറുത് എന്ന് നോക്കി പോകാറുണ്ട്, മനുഷ്യരുടെ ഒരു സ്വഭാവം എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കണ്ട് പറ്റിയെന്ന് വെച്ചാൽ സ്വർഗം ഇങ്ങനെ അവർ കണ്ണിൽ കാണുകയാണ്, സ്വർഗം ഇങ്ങനെ കണ്ണിൽ കാണുകയാണ്. അതുകൊണ്ടാണ് ആ സ്വർഗത്തിലെത്താൻ എന്താ വേണ്ടതെന്ന് കേൾക്കുമ്പോഴേക്ക് അത് ഓടിച്ചാടി അതിൽ ഒന്നാമതെത്തി അങ്ങനെ കുതിച്ചു മുന്നോട്ട് വരാൻ വേണ്ടി അവർ പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്വഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും സ്വതക്ക ചെയ്യാൻ പറഞ്ഞില്ലേ? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സ്ഥിരമായിട്ട് ജയിക്കല്, ഏറ്റവും കൂടുതൽ അദ്ദേഹമാണ് സ്വതക്ക ചെയ്യല്. ഒരു തവണയെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ പകുതി സ്വത്ത് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്താണ് ബാക്കിയുള്ളത് എന്നാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, പകുതി ബാക്കിയുണ്ട് നബിയെ, പകുതി ബാക്കിയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഅതാ അബൂബക്കർ ബികുല്ലി മാ ഇൻദ, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള എല്ലാ ഇട്ടിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം അവിടെ അത് നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബൂബക്കറെ, എന്താണ് ഇനി കുടുംബത്തിന് ബാക്കിയുള്ളത്? അബ്ഖൈതു ലഹും അല്ലാഹു വറസൂൽ, അല്ലാഹു റസൂലും ബാക്കിയുണ്ട് നബിയെ, ബാക്കിയൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് വേദനിപ്പിക്കുന്ന വിഹിതം നൽകാൻ കഴിയേണ്ട സന്ദർഭങ്ങളിൽ നമുക്കത് നൽകാൻ കഴിയണം. അതിൻ്റെ വലുപ്പം ബോധ്യപ്പെട്ടാൽ, ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആടിനർത്തി വിതരണം ചെയ്ത് അവസാനം ഇനി അതിൻ്റെ ഒരു കുളമ്പ് മാത്രം ബാക്കിയുള്ള ഒരു സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയത്രേ, അള്ളാന്റെ റസൂലേ, നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, അങ്ങനല്ല ആയിഷ, ഇതല്ലാത്തതൊക്കെ നമുക്ക് കിട്ടി ആയിഷ, ഇതും കൂടി ആർക്കെയും കൊടുത്തിക്കുകയാണെങ്കിൽ അതും നമുക്ക് കിട്ടീനി, ഇത് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ഇവിടെ ഉണ്ട്, ബാക്കി നമ്മൾ കൊടുത്തു തീർന്നില്ലേ, അതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആയിഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നോക്കൂ നിങ്ങൾ, ദുനിയാവിൻ്റെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ അങ്ങനെ കണക്ക് നോക്കാറില്ല അല്ലേ? ഇപ്പോൾ ഒരു കുട്ടികളുടെ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു കോഴ്സ്, ഒരു MBBSന് അഡ്മിഷൻ കിട്ടണം, അതിന് ഇത്രയും പൈസ ആവശ്യമുണ്ട് എന്നറിയുമ്പോൾ ആ ഫീസ് അടക്കാൻ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പിൻവലിക്കുന്ന പണം അതൊരു കനപ്പെട്ട പണമായിരിക്കും, അത് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലേ? ചെയ്യേണ്ടതാണ്, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നാം നിർവഹിക്കേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. അതേ സമയത്ത് നമ്മുടെ പരലോകത്തിനു വേണ്ടി നമുക്കങ്ങനെ ഒന്ന് മാറ്റിവെക്കാനും നൽകാനൊക്കെ കഴിയലുണ്ടോ എന്ന് നമ്മളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. മറ്റുള്ളവർക്ക് വേണ്ടി പലപ്പോഴും ജീവിച്ച് അവനവനെ മറന്നുപോകുന്ന ആൾക്കാരുണ്ട് അല്ലേ? ജമാഅത്ത് നിസ്കാരം ചിലപ്പം നമുക്ക് വൈകാൻ കാരണം വേറെ ആർക്കോ വേണ്ടി നമ്മളൊന്ന് കാത്തു നിന്നതായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി, അതിലിപ്പോൾ കുടുംബത്തിലുള്ളവരാകാം, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ വേണ്ടി പലതും ചെയ്യാൻ വേണ്ടി നാം നഷ്ടപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ നമസ്കാരമോ അല്ലെങ്കിൽ നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. അങ്ങനെയാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയാകുന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടക്കാരാണ്, നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടാണ്. കാരണം നമ്മുടെ കാര്യം നമ്മൾ മറന്നുപോയി. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നഫ്സിനെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തലാണ്. അത് മറന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവസരങ്ങൾ
അതെത്ര കണ്ട് കിട്ടുന്നുവോ അത്രയും പെട്ടെന്ന് അത് നിർവഹിക്കുക എന്നുള്ളതാണ്. ബിഅ്റു റൂമ, കിണർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. ആ ബിഅ്റു റൂമ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാകത്തിന് നൽകാൻ ആരാ തയ്യാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, നബിയെ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയണില്ലേ. എത്ര വലിയ സന്തോഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സംഭവത്തിലൂടെ ഉണ്ടായത്. എത്ര വലിയ പ്രാർത്ഥനകളാണ് അദ്ദേഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ നിർവഹിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവസരങ്ങൾ മുതലെടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരിക്കണം. ഒരു നന്മയ്ക്കു വേണ്ടി നമ്മളിപ്പോൾ ഒരു കാര്യമാണ് കേൾക്കുമ്പോൾ അതിന് ഇത്രയാണ് കൊടുക്കണം എന്നാണ് തീരുമാനിക്കും. പിന്നെ അത് കൊടുക്കാൻ വൈകും തോറും ചെയ്യും, ഈ പത്രം തന്നെ വേണോ, കുറച്ചൊന്ന് കുറച്ചാലോ എന്ന് ശൈത്താൻ തോന്നിക്കും. പലപ്പോഴും അങ്ങനെയാണ് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകാറുള്ളത്. കൊടുക്കാൻ തീരുമാനിച്ച സമയത്ത് നമ്മൾ കൊടുക്കുക, അത് ആത്മാർത്ഥമായിട്ടായിരിക്കും നമ്മൾ ആ തീരുമാനം എടുക്കണം. ആ സാഹചര്യം തിരിച്ചറിഞ്ഞിട്ടാണ്. ആ കൊടുക്കുന്നത് എന്ത് ചെയ്യും, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടും, അത് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വഴി നമ്മൾ സ്വീകരിക്കുക. പിന്നെ അമലുകൾ അധികരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. നോക്കൂ, നിങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമ, ഇന്ന് ആരെങ്കിലും നോമ്പ് വെച്ചിട്ടുണ്ടോ, ആരെങ്കിലും നോമ്പുകാരുണ്ടോ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചോദ്യത്തിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്കിന്ന് നോമ്പാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ആരെങ്കിലും ഇന്നൊരു ജനാസയെ പിന്തുടർന്നുവോ, ഒരു മരിച്ച വീട്ടിൽ ചെന്ന് ആ ജനാസയോടൊപ്പം ചെന്ന് ആരെങ്കിലും ഇന്ന് നമസ്കരിച്ചുവോ, ആരെങ്കിലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് നബിയേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ആരെങ്കിലും ഇന്നൊരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം നൽകിയോ, ഒരു പാവപ്പെട്ട മനുഷ്യന് ഭക്ഷണം നൽകിയോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്തു നബിയേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്തു പറഞ്ഞു, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീല, ആരെങ്കിലും ഇന്നൊരു രോഗിയെ സന്ദർശിച്ചുവോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെയ്തു നബിയേ എന്നാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് വന്നാൽ അയാൾക്ക് സ്വർഗ്ഗം ഉണ്ട് എന്നാണ്, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കൂല എന്നാണ്. ഹദീസിലുള്ള വാചകം അങ്ങനെയാണ്. നോക്കൂ നിങ്ങൾ, ഇതിലിപ്പോൾ ഏതാ നമുക്ക് ചെയ്യാൻ കഴിയാത്ത രോഗികളില്ലേ. കൊറോണയ്ക്ക് ശേഷം രോഗസന്ദർശനം ഏറ്റവും കൂടുതൽ കുറഞ്ഞു എന്നുള്ളതാണ്. രോഗികളുടെ അടുത്തേക്ക് നമുക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. പേടിയും ഭീതിയും ഒക്കെ ഉണ്ട്. എന്താണോ അതിനെടുക്കേണ്ട ഒരു പ്രൊട്ടക്ഷൻ അതൊക്കെ എടുത്ത് അവർക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ചെല്ലുകയും ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയ അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ്. എത്ര പുണ്യം, അത്രയും മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടാവുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രോഗിനെ സന്ദർശിക്കുമ്പോഴേ മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടാവുന്നുള്ളത് നമുക്ക് കിട്ടുന്ന പുണ്യമാണത്, പ്രാർത്ഥനയാണത്. അതൊരിക്കലും വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ജനാസയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ പുണ്യം കിട്ടുന്ന കാര്യമാണ്. 2 ഖീറാത്ത് നിങ്ങൾക്ക് നേടാം. ജനാസസ്കരിച്ചാൽ അതിനുശേഷമുള്ള ഖബറും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ചെന്നാൽ ഖീറാത്തുകൾ നിങ്ങൾക്ക് നേടാം. ഇതൊക്കെ ഇന്ന് അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല, അതാ ആ കുറച്ച് ആൾക്കാർ അവിടെ, അങ്ങനെ ഒരു ചിന്ത നമുക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെയല്ല, അത് നാം നിർവഹിക്കേണ്ടതാണ്. കുടുംബത്തിലുള്ളവരാകട്ടെ നാട്ടിലുള്ളവരാകട്ടെ ഒരു ജനാസയുടെ ഒരു അവസരം കിട്ടിയാൽ അവിടെ ചെല്ലാനും നമുക്ക് എത്ര മാറ്റം ഉണ്ടാവും എന്നറിയാം. നമ്മുടെ മനസ്സിലോലാകും, നമ്മളെപ്പറ്റി ചിന്തിക്കും. പടച്ചോനെ, ഈ ഒരു പോക്ക് നമുക്കുണ്ടല്ലോ എന്നുള്ള ബോധം വരും. ഇതിനൊക്കെ പുറമെ ധാരാളം പുണ്യം ആ പ്രവർത്തനങ്ങളിൽ, ആ പ്രാർത്ഥനയിൽ, ആ നമസ്കാരത്തിലൊക്കെ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് നേടാൻ കഴിയുന്നുള്ളതാണ്. അതുപോലെ തന്നെ നോമ്പ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നോമ്പിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, പാവങ്ങളെ പരിഗണിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ റമളാനിൽ കാരുണ്യത്തിൻ്റെ എത്ര സംഭവങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിയും. നമ്മുടെ ഓരോ മഹല്ലിലും, ഓരോ കൂട്ടായ്മകളിലും, ഓരോ ചാരിറ്റി സംവിധാനങ്ങളും എത്ര റമളാൻ കിറ്റുകൾ, ഇപ്പൊ ഇഫ്താർ കിറ്റുകൾ എത്ര ഇടങ്ങളിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ.
മതത്തെ കളവാക്കിയവനെ നീ കണ്ടോ? അനാഥകളുടെ കാര്യത്തിലും അഗതികളുടെ കാര്യത്തിലും പാവപ്പെട്ട മനുഷ്യരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അനാഥകളുടെ കാര്യത്തിലും മാറി നിൽക്കുന്നവൻ, ശ്രദ്ധിക്കാത്തവൻ, അവനാണ് മതത്തെ കളവാക്കിയവൻ എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. അരികത്തെ വീട്ടിൽ ഒരു അനാഥ കുട്ടിയുണ്ടെങ്കിൽ അവന്റെ ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ. ആ കുട്ടി അനാഥനായി തെരുവിൽ അലഞ്ഞു പോകരുത്. പാവപ്പെട്ട മനുഷ്യർ വീടുകളിൽ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തന്റെ അരികത്ത് ഭക്ഷണം കിട്ടാത്ത മനുഷ്യരുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടവൻ നീയാണ്. അത് നീ അന്വേഷിക്കാതെ നീ സുഭിക്ഷമായി ഭക്ഷിക്കുന്നുവെങ്കിൽ നീ എന്റെ ഉമ്മത്തിൽ പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച ഒരു മതത്തിന്റെ ഭാഗമാണ് നമ്മൾ. നമുക്ക് തെറ്റുപറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. പുതിയ കാലത്ത് റീൽസും ഫോട്ടോസും അതെല്ലാം വലിയ ട്രെൻഡായി മാറി. നൽകുന്നതെല്ലാം എടുത്ത് മറ്റുള്ളവന്റെ അഭിമാനമെല്ലാം പിച്ചിച്ചീന്തി നൽകേണ്ട ഒന്നല്ലാതെ വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയാതെ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ച ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണിത്. സുതാര്യതയ്ക്ക് വേണ്ടി ഫോട്ടോകളാകാം, ആവശ്യമെങ്കിൽ മറ്റുള്ളവർക്ക് നൽകി എന്നറിയിക്കാൻ വീഡിയോസ് ആകാം. പക്ഷേ അത് ഏറ്റുവാങ്ങുന്നവന്റെ മുഖം മുന്നിൽ വെച്ച് അത് വിൽപ്പന ചരക്കാക്കുന്ന ആ രൂപത്തിൽ അതുകൊണ്ട് ലാഭം കൊയ്യാൻ ശ്രമിക്കുന്ന അത്തരം പ്രവർത്തനങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ അത് നോക്കിയോ? ഈ 4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. റമളാനിലും അല്ലാത്ത കാലത്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയൊരു അവസരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇനിയോ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചൊരു കാര്യം, പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ മുതലാക്കണം എന്ന് പറഞ്ഞിട്ട് 5 കാര്യങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ അത് നിർവഹിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾ നിങ്ങളുടെ അടുക്കലേക്ക് എത്തും മുമ്പ് നിങ്ങൾ ഓരോരുത്തരും അതിനെ ഉപയോഗപ്പെടുത്തണേ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകമായ നിർദ്ദേശമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ കാര്യം പറഞ്ഞത് ഷബാബക് ഖബ്ല ഹറമിക്. നീ വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം എന്നാണ്. സഹോദരങ്ങളെ, ഈ യുവത്വം എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലമാണ്, ഏറ്റവും നല്ലൊരു കാലം. അതാർക്കാണോ റബ്ബിന് ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞത് അവന് വലിയ പുണ്യമുണ്ട്, വലിയ പുണ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചോൻ പരിഗണിക്കൂല, പടച്ചോൻ തിരിഞ്ഞോക്കൂല അറിഞ്ഞ ആളെ കൂട്ടത്തിൽ ഷെയ്ഖുൻ സാനിൻ എന്ന് പറയണ്ടേ, അതായത് വൃദ്ധനായ ഒരു മനുഷ്യൻ, പക്ഷെ അയാൾ വ്യഭിചാരം ആഗ്രഹിക്കുന്ന ഒരാളാണ്, വ്യഭിചരിക്കണ ഒരു വൃദ്ധൻ. ആ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഒരു യുവാവിനാണ്. ആലോചിച്ച് നോക്കി. അപ്പോൾ ആ യുവത്വവും ആ നല്ല കാലവും ആർക്കാണോ റബ്ബിന് സമർപ്പിക്കാൻ കഴിയുക, ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു യുവാവ്, അവന് നാളെ അർശിൻ്റെ തണലുണ്ട് എന്നുള്ളതാണ്. അർശിൻ്റെ തണൽ, ആ ഹദീസ് ഒന്ന് വായിച്ചു നോക്കണം നമ്മൾ. മനുഷ്യന്റെ കാല് വരെ, മുട്ടുവരെ, അരവരെ, കഴുത്ത് വരെയൊക്കെ ഇങ്ങനെ വിയർത്തു കുളിച്ചു നിൽക്കുന്ന വേളയിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ സമാധാനത്തോടുകൂടെ നിൽക്കാൻ കഴിയുന്നവരിൽ ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ല, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന ഒരു യുവാവിനുണ്ട് എന്നാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, ഈ ആരോഗ്യം നശിക്കുന്നതിന് മുമ്പ്, ഈ നമ്മുടെ കഴിവുകൾ നശിച്ചു പോകുന്നതിന് മുമ്പ്, നമ്മുടെ ബുദ്ധിശക്തി അത് തകരാറിലാകുന്നതിന് മുമ്പ്, നമുക്കോടിപ്പാഞ്ഞ് നടക്കാൻ കഴിയുന്ന ഈ കാലം തീരുന്നതിന് മുമ്പ് എന്തു നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണം. എന്തു ബാക്കി വെച്ചു എന്ന് നമ്മൾ ആലോചിക്കണം. എന്തെല്ലാം ഇവിടെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കണം. ഈ ഒരു പള്ളി നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില മനുഷ്യരുടെ പ്രവർത്തനമാണല്ലോ. ഒരു പള്ളി ഇവിടെ ബാക്കിയായില്ലേ? ഇത്ര മനുഷ്യർ ഇത്ര ദിവസമായിട്ട് ഇവിടെ പള്ളിയിലില്ലേ? റമളാനിലും അല്ലാത്ത കാലത്തും എന്തെല്ലാം നന്മകൾ ഇവിടെ നടക്കുന്നു. ബാക്കി വെക്കാൻ കഴിയണം. നമ്മൾ ഇവിടുന്ന് പോയാൽ നമ്മളുടെ ഒരു പ്രവർത്തന ഫലമായി ഇന്ന ചില സംഗതികളുണ്ട്, അത് കാണുമ്പോൾ ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും, ഒരു ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ബാക്കി വെക്കണം, എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണം. അതിന് ഈ ഒരു യുവത്വ കാലത്തെ ഏറ്റവും നന്നായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാലം ഉപയോഗപ്പെടുത്തണവനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ ഉന്നതമായ പദവി ഉണ്ട്, അവൾക്ക് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിനൊക്കെ നമുക്ക് സമയം കിട്ടലും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ ഈ സമയം നമ്മൾ ഉപയോഗിക്കണം. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് ഒരു നാടിൻ്റെ മുഴുവൻ മാറ്റങ്ങൾക്കും പ്രവർത്തനം അതിൻ്റെ പിന്നിൽ അണിനിരക്കാൻ ഒരു യുവത്വ കാലത്തിന് കഴിയുന്നുള്ളതാണ്. അപ്പോൾ യുവാവായിരിക്കെ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇബാദത്ത് പോലും പ്രായമാകുമ്പോൾ ഈ കാലത്ത് ചെയ്യണ പോലെ നിർവഹിക്കാൻ കഴിയില്ല എന്നല്ലേ. ഈ കാലത്ത് നമ്മൾ ആരോഗ്യമുള്ള സമയത്ത് ഈ ഒരു യുവത്വ കാലത്ത് കുറേ ചെയ്തു വെക്കുക, കുറേ സുന്നത്തുകളൊക്കെ ചെയ്തു വെക്കുക. എന്നതൊന്നും ചെയ്യാത്ത കാലത്തും പുണ്യങ്ങളായി നമുക്ക് തിരികെ നേടാൻ കഴിയും. അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൻ്റെ വെളിയാളം നടത്തിയാൽ അവിടെ ആ ഒരു യുവത്വത്തിലേക്ക് കടന്നിട്ടില്ലാത്ത കുട്ടികൾ വന്നിട്ട് തൻ്റെ തള്ളവിരലിൽ ഊന്നി നിന്ന്, നബിയെ ഞാനൊക്കെ വലുതായിട്ടുണ്ട് നബിയെ, ഞാനൊക്കെ വലിയ ആളാണ് നബിയെ, നോക്കി ഞാൻ അത്യാവശ്യം ഉയരായിട്ടില്ല നബിയെ, ഇനിയും കൊണ്ടോണം നബിയെ എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്തിന്? യുദ്ധത്തിന്. യുദ്ധം എന്ന് പറഞ്ഞാൽ വാളും ഏറ്റുമുട്ടണാണ്. പച്ച മാംസത്തിലാണ് അവിടെ വെട്ടണത്. ഈ പച്ച ഇറച്ചിക്കാണ് ഈ വെട്ടണേ, അതിലാണ് കുന്തമെറിയണത്. അങ്ങനത്തെ യുദ്ധത്തിനാണ് സ്വർഗം ബോധ്യപ്പെട്ട ഒരു സമൂഹം ഇറങ്ങിത്തിരിച്ചതെങ്കിൽ ആ സ്വർഗം ബോധ്യപ്പെട്ട നമ്മൾ ഈ ദുനിയാവിൽ ഈ കാലത്തുണ്ടായിട്ടെന്തു ചെയ്തു, എന്തു ബാക്കി വെച്ചു, എന്തു നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഞാൻ എന്നോട് ചോദിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ച് പരിഹാരങ്ങൾ ഉണ്ടാക്കണം. ഈ റമളാനിൽ ചില ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകണം. റമളാൻ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചിലത് ബാക്കി വെക്കാൻ ഞാൻ പണിയെടുക്കും എന്ന ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെ ഈ റമളാനിനെ നമ്മൾ യാത്രയാക്കണം. തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങിയാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. എന്തല്ല ഈ പുതിയ കാലത്തെ സമൂഹത്തെക്കുറിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ലഹരിയുടെ വിളയാട്ടം നമ്മുടെയൊക്കെ പരിസരങ്ങളിലില്ലേ. ഇതൊക്കെ നമ്മുടെ വീടുകൾക്കകത്തുണ്ടോ ഇല്ല എന്നുള്ളത് എത്ര പേർക്ക് പരിശോധിക്കാൻ പറ്റിയിട്ടുണ്ട്? ആരും അങ്ങനെ ഒരു ധൈര്യം കൊള്ളൊന്നും വേണ്ട. നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ലഹരി, ഈ രാസലഹരിയൊക്കെ തലയിൽ കയറ്റി നടക്കുന്നവർ ഉമ്മയെ കൊല്ലാൻ മടിയില്ലാത്ത, ബാപ്പയെ കൊല്ലാൻ മടിയില്ലാത്ത, തൻ്റെ പ്രിയപ്പെട്ടവളെ കൊല്ലാൻ മടിയില്ലാത്ത, തൻ്റെ മക്കളെ കൊല്ലാൻ മടിയില്ലാത്ത അത്രയും വലിയ വൈകൃതത്തിനുടമകളായി ഇവരൊക്കെ മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കണം, നന്നായി പേടിക്കണം. അതിന് പകരം എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും, നമ്മുടെ യുവാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകണം. എന്തെങ്കിലും ഒരു നന്മയുടെ ഭാഗമായിട്ട് അവരുണ്ടാകണം. അത് ചാരിറ്റി ആണെങ്കിൽ ചാരിറ്റി, ദാവാ പ്രവർത്തനാണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചില ഏർപ്പാടുകൾ ഉണ്ടാകണം. ഇങ്ങനത്തെ ഒരു സംഗതി ഇല്ലാത്ത പലരും എവിടെങ്കിലുമൊക്കെ ചെന്ന് ചേരും. അത് ഇത്തരം വലിയ അബദ്ധങ്ങളിലും അപകടങ്ങളിലുമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ മുതിർന്ന ആളുകളോട്, ഇവിടെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉത്തരവാദപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, ഇവർക്ക് വഴികൾ ഉണ്ടാക്കണം, വകുപ്പുകൾ ഉണ്ടാക്കി കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ എന്തെല്ലാം ചെയ്യാണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെയും ഇവിടെയും ക്ലീൻ ആക്കാനില്ലേ, വൃത്തിയാക്കാനില്ലേ? വൃത്തി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് വളരെ പ്രധാനപ്പെട്ടതല്ലേ. അത് ചെയ്യാൻ നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പള്ളി വൃത്തിയാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെറുത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ യുവത്വത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാക്കി കൊടുക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസിഹത്തക ഖബ്ല സഖമിക്, രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ്. രോഗം വരിക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഈ രോഗം വരിക എന്ന് പറഞ്ഞാൽ നമ്മളാരും വിചാരിക്കുന്ന രൂപത്തിലും ഭാവത്തിലൊന്നും അല്ല എന്നുള്ളതാണ്. ജ്യേഷ്ഠന് ഒരു സ്ട്രോക്ക് വന്നു, ഒരു മാസം. ഈ റമളാനിൽ ഏറ്റവും സജീവമായി ഓടി നടന്നിരുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും സാമൂഹിക ഇടപെടലുകൾക്കൊക്കെ ഓടി നടന്നിരുന്ന ഒരാളാണ്. പക്ഷേ ഈ റമളാൻ ഒരു നോമ്പ് പോലും നോൽക്കാൻ കഴിയാതെ വീട്ടിൽ അവിടെ വിശ്രമത്തിലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാകണം. സ്ട്രോക്ക് വന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്ട്രോക്ക് സാധാരണ നമ്മൾ സ്ട്രോക്ക് വന്നാൽ കേൾക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ ഈ മെഡുല്ലയുടെ ഭാഗത്തുള്ള ഒരു ഞരമ്പിൽ, ഏറ്റവും ചെറിയൊരു നിസ്സാരമായ ഞരമ്പിൽ പടച്ചോൻ്റെ ഒരു സൃഷ്ടി വൈഭവം നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആ ഒരൊറ്റ ഞരമ്പിൽ ഒരു സൂചി കുത്തുന്ന സ്ഥലത്ത് ബ്ലഡ് ക്ലോട്ടായിരുന്നു. ഒരു സൂചി കുത്തുന്ന സ്ഥലം, അതിൽ തകർന്നു പോയത് തൊണ്ട പൂർണ്ണമായി അടഞ്ഞ അവസ്ഥയിലായിരുന്നു. ഒരു ഉമിനീരിറക്കാൻ കഴിയാത്ത സാഹചര്യം.
അതുപോലെ തന്നെ ഈ എക്കെട്ട് വന്നിട്ട് നിർത്താതെ എക്കെട്ട് വന്നിട്ട് ശരീരം മുഴുവൻ കുലുങ്ങിക്കൊണ്ടിരിക്കുക. ഇടതുവശത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വരുന്ന വഴിയിൽ തന്നെ ഹോസ്പിറ്റലിൽ കയറാനും ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പറ്റിയതുകൊണ്ട് പൂർണ്ണമായി ശരീരം തളരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അള്ളാഹു ആ സമയത്ത് തന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ ഒരു ചെറിയ പ്രയാസം ഇടതുവശത്തുണ്ടായി. വലതുവശത്ത് ഒരു സെൻസറി സംഗതികൾ, അതായത് തൊട്ടാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്നൊരു സാഹചര്യമില്ല. എല്ലാം ശരിയായി വരുന്നു. കഴിഞ്ഞൊരാഴ്ച മുമ്പ് ജ്യൂസ് പോലെയുള്ളതൊക്കെ കുടിക്കാൻ പറ്റുന്ന, അതിൻ്റെ തൊട്ട് മുമ്പ് വരെ മൂക്കിലൂടെ പൈപ്പ് ഇട്ടിട്ടാണ് ഭക്ഷണവും മരുന്നും നടത്തിക്കൊണ്ടിരുന്നത്. ഒരു മാസം മുമ്പ് സ്വന്തമായി ഇങ്ങനെ ഓടി നടന്നിരുന്ന ഒരു ജ്യേഷ്ഠനെ പിന്നെ നമ്മൾ പെട്ടെന്നൊരു പകൽ ഉച്ചയാകുമ്പം കാണുന്നത് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ട് ആ മിംസിൽ ഇങ്ങനെ കിടക്കുന്ന ചിത്രമാണ്. ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ രണ്ടു വശത്തും ആളുകൾ നിന്ന് പതുക്കെ താങ്ങി കൊണ്ടേണ്ട ഒരു സാഹചര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് ഈ ആരോഗ്യമുള്ള ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാ സമയത്ത് നമ്മൾ ചെയ്യാം, പിന്നേക്ക് വെക്കേണ്ടതില്ല. അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് ആരോഗ്യം. ഇബാദത്തുകൾ നിർവഹിക്കാൻ ആരോഗ്യം ആവശ്യമില്ലേ? ആ ആരോഗ്യത്തെ നിങ്ങൾ റബ്ബിന് കൊടുത്തോ എന്നുള്ളൊരു ചോദ്യമല്ലേ? നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ചോദ്യമല്ലേ? നിനക്ക് ആരോഗ്യം തന്നിട്ട് നീ അതെന്തിലാണ് നശിപ്പിച്ചത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. എന്തിലാണ് നശിപ്പിച്ചത്? ഉത്തരം പറയാൻ കഴിയണം. ഇബാദത്തിന്റെ കണക്ക് പറയാൻ കഴിയണം. സമൂഹത്തിന് നിർവഹിച്ച നന്മയുടെ കണക്ക് പറയാൻ കഴിയണം. തിന്മകൾക്കെതിരെ തീർത്ത പ്രതിരോധത്തിന്റെ കണക്ക് പറയാൻ കഴിയണം. ഏതെങ്കിലും അങ്ങാടികളിൽ അവിടെ വെറുതെ സമയം കളഞ്ഞ് ഏതെങ്കിലും തിന്മകൾ കണ്ടാസ്വദിച്ച് തിന്മകളും വൃത്തികേടുകളും ജീവിതത്തിന്റെ ഭാഗമാക്കിയതിന്റെ കണക്കല്ല രേഖപ്പെടുത്തേണ്ടത്, മറിച്ച് തിന്മകൾക്കെതിരെ തീർത്ത ഒരു പ്രതിരോധ മുന്നണി ഞാൻ അതിന്റെ ഭാഗമായിരുന്നു എന്ന് പറയാൻ കഴിയണം. തിന്മകളിലേക്ക് ഓടിക്കിതച്ചെത്തുന്ന ഞങ്ങളുടെ അനിയത്തിമാരെ സ്നേഹത്തോടുകൂടെ നന്മയുടെ വഴിയിലേക്ക് തെളിച്ചു വിട്ടതിന്റെ കണക്ക് പറയാൻ കഴിയണം. അല്ലാഹുവിന്റെ പള്ളികളിൽ വന്ന് നമ്മൾ നിർവഹിച്ച നമസ്കാരത്തിന്റെ, ഖുർആൻ പാരായണത്തിന്റെ, ദിക്റുകൾ ചൊല്ലിയതിന്റെ കണക്ക് പറയാൻ കഴിയണം സഹോദരങ്ങളെ. അതില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു റബ്ബ് തന്ന ആരോഗ്യം? അതെന്തിനായിരുന്നു? കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു സന്ദർഭം വരാനുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അവസാനിക്കും. ശരീരം മാത്രമല്ല, മനസ്സും അതിനനുസരിച്ച് തളർന്നു പോകുന്നുള്ളതാണ്. മനസ്സും തളർന്നു പോകും. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആയിരങ്ങളുടെ പ്രാർത്ഥന. ബഹുമാന്യനായ നാസർ ബാലുശ്ശേരി അദ്ദേഹം ഉംറ കഴിഞ്ഞ് വന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്. രണ്ടുപേര് പ്രാർത്ഥനയിൽ മുഖ്യമായി ഉണ്ടായിരുന്നു. ഒന്ന് ബഹുമാന്യനായ ഹാരിസ് ഇബ്നു സലീമും രണ്ടാമത്തത് ജ്യേഷ്ഠൻ ഹബീബും ആയിരുന്നു എന്നാണ്. അത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനകളുടെ ഒരു ഫലം കൊണ്ട് ഇന്ന് സ്വന്തമായി ഭക്ഷണം കഴിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഫിസിയോതെറാപ്പിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ മുബീൻ ഡോക്ടർ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അടുത്ത ഫിസിയോതെറാപ്പിൻ്റെ ദിവസം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് നടന്ന് അവിടെയുള്ള പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് അങ്ങോട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ നടന്നു പോരണം എന്ന രൂപത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസുഖമൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് ഭേദമാക്കട്ടെ. എല്ലാവർക്കും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ പ്രദാനം ചെയ്യട്ടെ. കൂട്ടത്തിൽ എനിക്ക് പ്രാർത്ഥന ആവശ്യപ്പെടാനുള്ളത് ഞങ്ങളുടെ നാട്ടിലെ മദ്രസയിലെ 2ാം ക്ലാസ്സുകാരി ഖൈറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, നമ്മുടെ സംഘടനാ രംഗത്ത് ഏറ്റവും സജീവമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ്റെ മകൾ, ഒരു തലവേദന വന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാണ്. ട്യൂമറാണെന്നാണ് പറഞ്ഞത്. ബ്രെയിനകത്താണ് അത്രയും ആ മുഴ ഉണ്ടായിരിക്കുന്നത്. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വീട്ടിൽ വന്ന് നാട്ടിലുള്ള CRE പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇഫ്താർ നടത്തണം, അവർക്ക് അന്ന് പ്രോഗ്രാം വെക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു പോയ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് ആ മകളുടെ അവസ്ഥയിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവേ, ഏറ്റവും പെട്ടെന്ന് നീ ശിഫ പ്രദാനം ചെയ്യണം തമ്പുരാനെ. ആ കുടുംബത്തിന് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര പെട്ടെന്നാണ് ജീവിതം മാറി മറയുന്നത്, എത്ര പെട്ടെന്നാണ്. അള്ളാഹു എല്ലാവിധ പരീക്ഷകളും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഷെൽട്ടറിൻ്റെ ചില സഹോദരങ്ങൾ വയനാട് ജില്ലയിൽ ഒരു വീട് അപേക്ഷ തന്നിട്ട് അവിടെ അന്വേഷിക്കാൻ പോയ ഒരു കാര്യം ഇപ്പം ഒന്ന് പറയുണ്ടായി. ആ വീടിൻ്റെ ഒരു സാഹചര്യം, ഓട്ടിസം ബാധിച്ചൊരു കുട്ടി, 18 വയസ്സായി, അതിൻ്റെ ഒരു വളർച്ചയോ ഒന്നുമില്ല. ബാപ്പ
ഒരസുഖം വന്ന് എണീറ്റ് നിൽക്കാനോ നടക്കാനോ കഴിയാതെ ഒരു വീൽ ചെയർമേൽ ഇങ്ങനെ നടക്കുന്ന ഒരവസ്ഥ. പിന്നെ ജോലിക്ക് പോണത് ആ വീട്ടിലെ ഉമ്മയാണ്. ആ ഉമ്മ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പണിക്കാണ് പോണത്. ഈ തൊഴിലുറപ്പ് പണിക്ക് പോവുക, അവിടുന്ന് ഒരു മണിക്കൂറാവുമ്പോൾ തിരിച്ച് ഓടി വരികയാണ്. കുട്ടി കൈ ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അന്നേരം വെള്ളം കിട്ടണം എന്നാണ് അത്ര. അതിൻ്റെ കൂടെ തലയും ആട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഭക്ഷണം കിട്ടണം എന്നാണ്. അതാ സമയം നോക്കി ആ ഉമ്മ അവിടുന്ന് ഓടി വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റബ്ബ് നമ്മളെ എത്രയാണ് അനുഗ്രഹിച്ചത്. ആ കുട്ടി വീട്ടിലുള്ള ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തിന് എന്നാണ് സമാധാനത്തോടുകൂടെ ഒരു കല്യാണത്തിന് പോയി വരാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാവുക? ആലോചിച്ച് നോക്കി. റബ്ബ് നമുക്കൊന്നും തന്ന നിഅമത്തിന് ഒരു കണക്കില്ല. നമുക്കത് ബോധ്യപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരാം. അള്ളാഹു നമ്മയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിനു മുമ്പ് ഈ ആരോഗ്യത്തെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചേർത്തു പറഞ്ഞത്, വഗിനാക ഖബ്ല ഫഖരിക്, ദാരിദ്ര്യം നിന്നെ മൂടുന്നതിന് മുമ്പ് നിന്റെ ഐശ്വര്യകാലത്തെ നീ ഉപയോഗപ്പെടുത്തുക. പടച്ചോൻ തന്നൊരു ഐശ്വര്യകാലം ഉണ്ടാവും. ആ സമയത്താണ് പലപ്പോഴും നമ്മൾ കുറച്ചൊന്ന് പരിധി വിട്ടു പോകാൻ ആൾക്കാർ ശ്രമിക്കുക. എനിക്ക് ചിലതൊക്കെ ഉണ്ടല്ലോ, എനിക്ക് കുറച്ചൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോന്നല്. അങ്ങനെയല്ല, എത്ര ഉണ്ടോ അതിനനുസരിച്ച് പടച്ചോന് ശുക്ർ കാണിച്ച് അള്ളാഹുവിന് നൽകേണ്ടതു നൽകി അങ്ങനെ പോകാൻ കഴിയാന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞ സ്വഹാബത്തിന്റെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് അവർ അള്ളാഹുവിന് നൽകുകയായിരുന്നു അല്ലേ? ജീവിതം മുഴുവനായിട്ട് നൽകിയ ആൾക്കാരില്ലേ? മുഅത്ത യുദ്ധത്തിൻ്റെയൊക്കെ ചരിത്രം വായിച്ചാൽ ആരുടെ കണ്ണാണ് നിറയാത്തത്? 3 സ്വഹാബത്തിൻ്റെ പേരെടുത്തിട്ടാണ് റസൂൽ സല്ലല്ലാഹു പറഞ്ഞ് അവർ മരിച്ചാൽ സെയ്ദ് റളിയല്ലാഹു അൻഹു, ജാഫർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അവരെ 3 ആളെ പേരും എടുത്തിട്ട് ഇന്ന ആൾക്കാർ സെയ്ദ് റളിയല്ലാഹു അൻഹു മരിച്ചാൽ ജാഫർ റളിയല്ലാഹു അൻഹു മരിച്ചാൽ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഓല യുദ്ധത്തിൽ മരിക്കുന്ന അറിയുന്ന ആൾക്കാരാണ്. എന്നിട്ട് സധൈര്യം ഇറങ്ങി പുറപ്പെട്ട് പടപൊരുതി ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ചു പോയവർ. എന്തൊക്കെ ഐശ്വര്യമാണ് പടച്ചോ നമുക്ക് തന്നത്, അതൊക്കെ അള്ളാഹുവിന് നൽകേണ്ട ഒരു സമയത്ത് നൽകാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അതിന് നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ പിന്നൊരു ദാരിദ്ര്യം വരുന്ന സമയത്ത് അതൊക്കെ പടച്ചോൻ്റെ അടുത്ത് അവിടെ എത്തിപ്പെട്ടു. ദാരിദ്ര്യം വന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. വീട്ടിൽ നേരത്തിന് ഭക്ഷണം കഴിക്കാനില്ലാത്തൊരു സാഹചര്യം വന്നാലൊരു അവസ്ഥ ആലോചിച്ച് നോക്കുങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അല്പം സുഭിക്ഷമായി ജീവിച്ചൊരു കാലമാണ് അല്ലേ? നമ്മുടെ നാട് പൊതുവേ ഭക്ഷണവും സംഗതികളൊക്കെ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടിണിയുടെ കഥ നമ്മൾ പൊതുവെ കേൾക്കാറില്ല. തീരെ ഇല്ല എന്നല്ല, എവിടെയെങ്കിലുമൊക്കെ അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും. എന്നിരുന്നാലും അത് ഏറ്റെടുക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ എത്തിക്കാനും ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്. എന്നാൽ അത്തരമൊരു സാഹചര്യം നമ്മിലേക്ക് വന്നാൽ അതോടുകൂടെ നിൽക്കും. നമുക്ക് നന്മകൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് നിൽക്കും. അതോടുള്ള കാലത്ത് നമ്മൾ ധാരാളമായി കൊടുക്കുക. ഒക്കെ പടച്ചോ ഇരട്ടിയായിട്ട് തരാമെന്നല്ല പറഞ്ഞേ. ആരുണ്ട് അള്ളാഹുവിന് കടം കൊടുക്കാൻ? പടച്ചോനത് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന്. ദുനിയാവിൽ നമ്മുടെ സ്വത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും, ബറക്കത്തുകൾ ഉണ്ടാകും. നാളെ പരലോകത്ത് റബ്ബതെല്ലാം ഇരട്ടിയായിട്ട് തിരിച്ചു തരും. അതുകൊണ്ട് ആ അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. അതുപോലെ തന്നെ തിരക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് ഒഴിവൊക്കെയുള്ള സമയമല്ലേ, അത് ഉപയോഗിക്കണം എന്നാണ്. പ്രത്യേകിച്ച് യുവാക്കൾ, അവർക്കൊരു ഒഴിവ് സമയത്തിൻ്റെ ഒരു കാലം ഉണ്ടാവും, അവർക്കൊരു ഒഴിവ് കിട്ടുന്ന സമയം ഉണ്ടാവും. കുടുംബവും മറ്റു പ്രാരാബ്ധങ്ങളും തിരക്കൊക്കെ വരുന്നതിന് മുമ്പ്. പക്ഷേ അത് ഉപയോഗപ്പെടുത്താൻ ഒരു മനസ്സും ഇതൊക്കെ വേണം. അതുപോലെ തന്നെ ജോലിയും ഇതൊക്കെ ഉള്ള ആൾക്കാർ ഉള്ള അവസരങ്ങളെ, ഉള്ള ഒഴിവ് സമയങ്ങളെ അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ തിരക്കിലേക്ക് എത്തിയാൽ ചെയ്തു വന്നിരുന്ന പലതും ഓരോരുത്തരൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളൊക്കെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ചെയ്ത, അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്ത ആ നന്മകളെല്ലാം ഇന്ന് കുടുംബവും തിരക്കൊക്കെ ആയപ്പോൾ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിക്കണം. അപ്പോൾ ഉള്ള ഒഴിവ് സമയത്തെ ഒഴിവും ആരോഗ്യ സമയവും പടച്ച റബ്ബ് തന്ന ഏറ്റവും വലിയ നിഅമത്താണ്. പക്ഷെ ആളുകൾ അശ്രദ്ധരാണ്.
ആളുകൾ മറന്നുപോകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന 2 അനുഗ്രഹങ്ങളായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് വഹയാതക് ഖബ്ല മൗതിക്, മരണത്തിന് മുമ്പ് ഉള്ള ഈ ജീവിതം അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശ്വാസം നിന്നാൽ കഴിഞ്ഞു, ശ്വാസം നിന്നാൽ കഴിഞ്ഞു. തൊണ്ടക്കുഴിയിൽ മരണം, ഇങ്ങനെ റൂഹ് തൊണ്ടക്കുഴി കുടുങ്ങുന്ന സമയത്ത് ആൾക്കാർ വിളിച്ചു പറയുന്നല്ലേ, അല്ലാഹുവേ റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമെന്നാണ്, ഒന്ന് മടക്കി തരുമെന്നാണ്. ആ രോദനം നേരത്തെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? അത് പറയാതിരിക്കാൻ, അത് പറയുന്നവരിൽ ഉൾപ്പെടാതിരിക്കാൻ. റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷിച്ച, ഞാൻ ഒഴിവാക്കിയ, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ചില അമലുകൾ എനിക്കൊന്നു ചെയ്യാനാണ്, എനിക്കെന്റെ ഖുർആൻ വായിക്കാനാണ്, എനിക്ക് ഖുർആൻ പഠിക്കാനാണ്, എനിക്ക് ചില നമസ്കാരങ്ങൾ പൂർത്തിയാക്കാനാണ്, എനിക്ക് ചില നന്മകൾക്ക് മുന്നിൽ നിൽക്കാനാണ് റബ്ബേ. ദുനിയാവിന്റെ ഒരു കാര്യത്തിനുമല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ ഒരു ദിവസം അന്തി ഉറങ്ങാനല്ല, പ്രിയപ്പെട്ട പൊന്നുമോളെ ആരുടെയെങ്കിലും കൈകളിൽ ഏൽപ്പിക്കാനല്ല, ദുനിയാവിന്റെ ഒരു സന്തോഷങ്ങൾക്കുമല്ല റബ്ബേ. നാളെയുടെ ലോകത്തേക്ക് എനിക്ക് വേണ്ട ചില അമലുകൾ എനിക്കൊന്ന് ചെയ്യാൻ എനിക്കൊരവസരം കൂടെ തരുമോ റബ്ബേ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. പടച്ചോന്റെ വാക്കാണത്, വേണ്ടടോ എന്നാണ്, വേണ്ട എന്നാണ്. അതൊരു വല്ലാത്ത വാചകമാണ്. ഇതൊക്കെ വെറും വർത്താനല്ലേ, എന്ത് കാര്യമുള്ളതെന്നാണ്. നിനക്കിനി ബർസഖും പരലോകമൊക്കെയാണ് വരാനുള്ളത് എന്നാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ മരണം അത് നമ്മുടെ അരികിലുണ്ട്, അരികിലുണ്ട്. എത്ര പെട്ടെന്നാണ് പലരും നമ്മളിൽ നിന്ന് യാത്രയാകുന്നത്. ആരോഗ്യമുള്ള മനുഷ്യർ, ആരോഗ്യമുള്ള മനുഷ്യർ അല്ലെ. ഇപ്പം ഇന്നലെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്കറ ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകുന്ന ഒരു പെൺകുട്ടി സ്വന്തം സഹോദരൻ്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യാണ്. പിന്നിൽ ഒരു കാറ് വന്ന് ഇടിച്ചിട്ട് ഇന്ന് കബറടക്കം കഴിഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇത്രേ ഉള്ളൂ. ഒരു ഗ്യാരൻറ്റിയുമില്ല. ഈ നിൽക്കുന്ന ഞാൻ തിരിച്ചു വീട്ടിലെത്തുമെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ലാത്തതുപോലെ ഈ റമളാൻ കഴിഞ്ഞ് അടുത്ത ഒരു റമളാനിൽ ഉണ്ടാകുമെന്ന് പറയാൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ ധൈര്യമുള്ളത്? ആർക്കാണ് ധൈര്യമുള്ളത്? അതുകൊണ്ട് കിട്ടിയ ഏറ്റവും അവസാനത്തെ അവസരമാണ് ഈ റമളാൻ എന്ന് ഉറപ്പിക്കുക. ഈ റമളാനിനു ശേഷം എനിക്ക് ജീവിതത്തിൽ നന്മകൾക്ക് അവസരമില്ലെന്ന് ഉറപ്പിക്കുക. ഇതെന്റെ അവസാനത്തെ റമളാനാണെന്നുണ്ട് ഉറപ്പിച്ചിട്ട് ചില കാര്യങ്ങൾ ഉറച്ച തീരുമാനമെടുത്ത് നമ്മൾ നിർവഹിക്കുക, ബാധ്യതകൾ തീർക്കുക. എന്തൊക്കെ ചെയ്യാണ്ടോ അതൊക്കെ ചെയ്ത് നമുക്കൊരു വല്ലാത്ത ഒരു ആത്മനിർവൃതി പെരുന്നാൾ സുദിനത്തിൽ ചൊല്ലുന്ന തക്ബീറിനോടൊപ്പം അനുഭവിക്കാൻ കഴിയണം. അത് കഴിയും. ജീവിതത്തിൽ ബോധ്യമുള്ളവർക്കും ബോധമുള്ളവർക്കൊക്കെ അത് കഴിയും, സംശയമൊന്നുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായിട്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരുപാട് പുണ്യം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്യാന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ദിക്ർ എത്ര വലിയ പുണ്യമുള്ളതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എത്ര വലിയ പുണ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ഒരു മനുഷ്യനൊരു വാചകം പറയുന്ന അതിൻ്റെ പ്രതിഫലം സംഗതിയൊന്നും ആ മനുഷ്യനറിയില്ല. പക്ഷെ നാളെ പരലോകത്ത് വരുമ്പോൾ അത് ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് അതിൻ്റെ വലുപ്പം കണ്ടിട്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെടുന്നു. ഒരു സുബ്ഹാനല്ലാഹയായിരിക്കും. നാളെ പരലോകത്തെത്തി ഒരു സുബ്ഹാനല്ലാഹയുടെ വലുപ്പം അറിയുമ്പോൾ ഇതിനൊക്കെ എത്ര വലിയ പ്രതിഫലം ഉണ്ടാവുമായിരുന്നോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറേ ചെയ്യാറുണ്ടല്ലോ എന്ന് ആൾക്കാർ ആലോചിക്കുന്നതാണ്. അവൻ അങ്ങോട്ട് ബാക്കി വെക്കരുത്. എല്ലാം നന്മകളാകട്ടെ. ഒരു മനുഷ്യനെ കണ്ട പുഞ്ചിരി, ആത്മാർത്ഥമായി പുഞ്ചിരി, ആ പുഞ്ചിരി സ്വതക്കയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പുണ്യം നമുക്ക് കിട്ടും. ഇങ്ങനെ എവിടൊക്കെ നന്മ കിട്ടാൻ പറ്റുമോ ഇതൊക്കെ ആലോചിക്കാം. നെയ്യത്തന്നെ ശരിയാക്കി ഒരുപാട് പുണ്യം നേടാൻ കഴിയും അല്ലേ. ഒന്ന് പള്ളിയിൽ നിന്നാണ്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രാർത്ഥനയുടെ നമ്മൾ ഓർമ്മയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്. അതിനാ പുണ്യമുണ്ട്. ഇത് ചൊല്ലാൻ റസൂൽ പഠിപ്പിച്ചാണെന്നുള്ള ബോധത്തിലായാൽ പുണ്യായി. ചെരുപ്പ് ധരിക്കാത്തവരുണ്ട്. വലതുകാലിൽ ആദ്യം ധരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു പഠിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ എന്ന ബോധത്തിൽ അത് പുണ്യമായി. വസ്ത്രം ഓരോ ദിവസം 2ഉം 3ഉം മാറ്റി ധരിക്കുന്നവരില്ലേ, എത്ര പുണ്യം നമുക്ക് കിട്ടാണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങണില്ലേ, വീട്ടിലേക്ക് കയറുന്നില്ലേ, പള്ളി കയറുന്നില്ലേ, പള്ളിയിൽ നിന്ന് ഇറങ്ങണില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റ് അത്താഴവും കഴിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥനകൾ നിർവഹിച്ച് കുറച്ചു നേരം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കിട്ടിയാൽ അതും നിർവഹിച്ച് വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത്
സുബ്ഹിന്റെ 2 റക്അത്ത് സുന്നത്തും നിസ്കരിച്ച് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി പള്ളിയിലേക്ക് നടന്നു ചെന്ന് പള്ളിയിൽ കയറി 2 റക്അത്ത് തഹിയ്യത്തും നിസ്കരിച്ച് ഒന്നാമത്തെ സൊഫിൽ ഇരുന്ന് നമസ്കാരം പ്രതീക്ഷിച്ച് നമസ്കരിക്കുന്നതിന്റെ കൂലി ഏറ്റുവാങ്ങി ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പുണ്യമുണ്ടെന്നറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന് അവിടെ നിന്ന് സുബ്ഹും നിസ്കരിച്ച് അവിടെ തന്നെ ഇരുന്ന് ദിക്റുകളും ദുആകളും ചൊല്ലി അല്പസമയം ഉദയം വരെ ഇരുന്ന് ഒരു അരമണിക്കൂർ കൂടെ ചേർത്തിരുന്ന് ധാരാളം ദിക്റുകളും പ്രാർത്ഥനകളുമായി നിന്ന് അവസാനം ളുഹയുടെ 2 റക്അത്തും നിസ്കരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് ചെലവാകുന്ന സമയം 1-2 മണിക്കൂറാണെങ്കിൽ ആ സമയം കൊണ്ട് ഹജ്ജിന്റെയും ഉംറയുടെയും പുണ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് പഠിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നവരാണ്. ആ ചെയ്യുന്നതെല്ലാം ഒരു ബോധത്തോടുകൂടെ, ഒരു ഓർമ്മയോടുകൂടെ പുണ്യമുള്ളതാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടെ നിർവഹിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ ഇതെല്ലാം പുണ്യമാണ്, ഇതെല്ലാം പുണ്യമാണ്. അതെല്ലാം നമ്മൾ നിർവഹിക്കുക, എല്ലാം നേടിയെടുക്കുക. ഞാൻ അവസാനമായി സൂചിപ്പിക്കുന്നത് പ്രബോധന രംഗത്ത് ഒരിടം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുക എന്നുള്ളതാണ്. ഓരോരുത്തരും കണ്ടെത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകം അതാണ്, അലി, ആർക്കെങ്കിലും നിന്നെ കൊണ്ട് ഈ വെളിച്ചം കിട്ടിയാൽ ഈ ദുനിയാവും അതിലുള്ളതെല്ലാം നേടുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും വലിയ കൂലിട്ടുന്ന കാര്യം അതാണെന്ന്. നരകത്തിലേക്ക് ഓടിപ്പോകുന്ന എത്രയെത്ര മനുഷ്യരുണ്ട്, കുടുംബങ്ങളിലില്ലേ, സുഹൃത്തുക്കളിലില്ലേ, പ്രിയപ്പെട്ടവരിലില്ലേ. ആ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് ചേർത്തു നിർത്തി സ്നേഹത്തോടുകൂടെ ഈ ഒരു സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുക്കണ്ടേ. ഈ ലോകം നിയന്ത്രിക്കുന്നത് ഏതൊക്കെയോ മരിച്ച ആളുകളാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരോട് അങ്ങനെ അല്ലട്ടോ, അതൊക്കെ പടച്ചോനല്ലേ, അതിലെന്താണ് സംശയിക്കാനുള്ളത്, ആ റബ്ബിനെ പറ്റിയല്ലേ നമ്മളത് പറയേണ്ടത് എന്ന് സ്നേഹത്തോടെ ഒരു തിരുത്തിന്റെ വർത്തമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വർത്തമാനത്തെ ഒന്ന് സ്റ്റാറ്റസ് വെക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മെസ്സേജ് തന്റെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹത്തോടുകൂടെ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാൻ കഴിയാത്തവരുണ്ട്. സഹോദരങ്ങളെ, നമ്മളത് ചെയ്യണം, നമ്മളത് ചെയ്യണം. എവിടെ നിന്നാണ് ആൾക്കാർക്ക് വെളിച്ചം കിട്ടുക എന്നറിയില്ല. അതുകൊണ്ട് നാം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മയുടെ ഭാഗത്ത് നമ്മൾ ഉണ്ടാകണം. അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ഇടം നമ്മൾ കണ്ടെത്തണം. എന്തിനറിയോ, നമുക്കൊരുപാട് അവിടെ ചെയ്യാൻ കഴിഞ്ഞോ എന്നൊന്നുമല്ല, മറിച്ച് നാം നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാൻ, നമ്മൾ തിന്മകളിലേക്ക് അകപ്പെട്ടു പോകാതിരിക്കാൻ. നമ്മളൊരു തിന്മയും സാഹചര്യത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ചുമലിൽ കൈവച്ച് നോക്കിയാൽ അങ്ങനെ ചെയ്യരുതിട്ടോ എന്ന് സ്നേഹത്തോടുകൂടെ ഒരു തിരിച്ചു വിളിക്കാൻ ഒരാൾ ബാക്കി വേണ്ടേ. ആ ബാക്കിയുള്ളവൻ അത് ഈ നന്മയുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ഇടം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തണം. മാത്രമല്ല, ആകാശത്തേക്ക് ഉയരുന്ന പ്രാർത്ഥനകളില്ലേ, അതിന് കയ്യും കണക്കുണ്ടാവില്ല. ഞാനിവിടെ 1-2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ. എന്താണ് ആ പ്രാർത്ഥനയുടെ ബന്ധമെന്ന് പറയുന്നത്? ഒരു ആദർശ ബന്ധമാണ്. പ്രബോധന രംഗത്ത് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു ആത്മബന്ധമാണ്. ആ വീട്ടിൽ നിന്നുയരുന്ന നൊമ്പരവും വേദനയും നമ്മുടേതുമാണ് എന്ന ഒരു ബോധമാണ് ആ പ്രാർത്ഥനകൾ ഉയരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ മനുഷ്യരാണ്, നിസ്സാരരാണ്, എപ്പോഴും എന്തും സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. ആ സമയത്ത് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ ഉയർത്തുന്നവരിൽ നമ്മുടെ പേര് ചേർക്കപ്പെടും, നമ്മുടെ പേര് ചേർക്കപ്പെടും. അതൊരവസരമാണ്. അതുകൊണ്ട് പ്രബോധന രംഗം അത് വലിയ സാധ്യതകളുള്ള ഇടമാണ്. നമ്മളത് നിർവഹിക്കാതിരുന്നാൽ പടച്ചോ നമ്മളൊക്കെ നശിപ്പിച്ച് വേറെ ആൾക്കാരെ കൊണ്ടുവരാം എന്ന് വരെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ പ്രബോധന രംഗത്ത് നമ്മൾ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയും. ധാരാളം ആളുകൾക്ക് ഈ തൗഹീദിൻ്റെ വെളിച്ചമെത്തിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. ആ രംഗത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ സംഭാവനകൾ അർപ്പിക്കണം. മാത്രമല്ല, ഒരു ആത്മാർത്ഥമായി ഒരു 40 ആൾക്കാർ ശിർക്ക് ചെയ്യാത്ത മനുഷ്യർ നമുക്ക് വേണ്ടി ജനാസസ്കരിക്കാൻ ഓടി വരിക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? അതൊരു ചെറിയ കാര്യമാണോ? നമ്മളെപ്പോഴും പറയില്ല. ഇപ്പം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ നമ്മുടെ അബ്ദുള്ള സുഹൈർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല, അദ്ദേഹം ഒരു പുസ്തകം ഇറക്കിയ സമയത്ത് പരപ്പനങ്ങാടിയിലുണ്ടായിരുന്ന ആത്തിഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഗഫറല്ലാഹ്, ആ സുഹൃത്ത് അന്ന് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അതിൻ്റെ PDF ഒന്ന് വേണം, എന്നിട്ടത് ഇംഗ്ലീഷിലും കന്നഡയിലും ആക്കിയിട്ട് എനിക്ക് അവിടുത്തെ കടകളിലും ആൾക്കാർക്കൊക്കെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ ആത്തിഫിനെ ഓർത്ത് അല്ലാഹുവേ
അവൻ്റെ ഖബറിടം വിശാലമാക്കണേ എന്നൊരു പ്രാർത്ഥന സ്നേഹത്തിൽ ചാലിച്ച് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ആതിഫിൻ്റെ വല്ലാത്ത ഓർമ്മകൾ നമുക്കൊക്കെ ഉണ്ട്. പാതിരാവിൽ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന വേളയിൽ ആ ഫറൂഖ് കോളേജിലെ കുട്ടികളെ പാലക്കാട് നടക്കുന്ന ഒരു സമ്മേളനത്തിനു വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓടി നടന്നു. ആ അന്നത്തെ ഫോൺ കോളുകളും വിളികളൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പാതിരാവിൽ പോസ്റ്ററുമായി ഇറങ്ങി റോഡിലും സൈഡിലുമൊക്കെ ഒട്ടിക്കാനും വേണ്ടി ഓടി നടന്ന ഒരു സുഹൃത്ത് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് യാത്രയായുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആത്മബന്ധങ്ങൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ കയറി വരാറുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർ ജീവിച്ച ആ ജീവിതത്തിന് അള്ളാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവരെ ഓർക്കൂലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈ പ്രബോധന വഴികളിൽ നിന്ന് ഇടക്കാലത്ത് യാത്രയായ മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ആ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഷെൽട്ടർ ഇന്ത്യക്ക് കീഴിലുള്ള ഒരു അനാഥകളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം. അനാഥ കുട്ടികൾക്ക് അവരവരുടെ വീടുകളിൽ നിന്ന് പഠിക്കാനുള്ള അതിനാവശ്യമായ സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ മാസത്തിൽ അവർ വിളിച്ചുകൂട്ടി അവർക്ക് ധാർമ്മികവും അതുപോലെ തന്നെ ഭൗതികവുമായ രൂപത്തിൽ നമ്മൾ നൽകേണ്ട ക്ലാസ്സുകളൊക്കെ നൽകുന്നൊരു സംവിധാനമാണ് ഷെൽട്ടറിൻ്റെ കീഴിൽ വലുതായിട്ടുള്ളത്. അതിൽ ഒരു 3000-ലധികം കുട്ടികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കുട്ടികളെയും ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ അതിൽ നിന്ന് ഈ കുട്ടികളിങ്ങനെ ഇതിൽ വന്നൊരു 15 വയസ്സാകുമ്പോൾ ഇങ്ങനെ അതിൽ നിന്നിങ്ങനെ കൊഴിഞ്ഞു പോവുക എന്ന ഒരു അവസരമായപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കിയാകണം എന്ന് ആഗ്രഹിച്ചപ്പോൾ നാം കണ്ടെത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിന് കീഴിൽ സൈൻ അക്കാദമി എന്ന പേരിൽ ഒരു അക്കാദമി നമ്മൾ രൂപം കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഗുണം, ഒരു 6ാം ക്ലാസ്സിലുള്ള പ്രായത്തിലുള്ള കുട്ടികളെ നമ്മളൊരു പരീക്ഷയും ഒരു 3 ദിവസത്തെ ക്യാമ്പൊക്കെ സംഘടിപ്പിച്ച് അതിലേറ്റവും കഴിവുള്ള പഠിക്കാൻ കഴിയുന്ന കുട്ടികളെ നമ്മൾ ഒരു +2 വരെ താമസിപ്പിച്ച് പഠിപ്പിച്ച് അതിനുശേഷം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റോ മറ്റു പഠിക്കാൻ പറ്റുന്ന നല്ല ക്യാമ്പസുകളിലേക്ക് അവരെ എത്തിക്കുക, എന്നിട്ട് അവരെ മോണിറ്റർ ചെയ്ത് ഒരു ഉന്നത സ്ഥാനത്ത് എത്തിക്കുക എന്നത് നമ്മൾ ആഗ്രഹിക്കണം. അനാഥ മക്കളാണ്. അവരുടെ തലയിലൂടെ നമ്മുടെ കൈവിരലുകൾ ഒന്നിങ്ങനെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ മനസ്സിനൊരു ഇടങ്ങേറെന്ന് പറഞ്ഞ സ്വഭാവിനോട് പറഞ്ഞില്ലേ, ഒരു അനാഥയെ നീ തലോട് എന്ന് പറഞ്ഞില്ലേ, ആ തലോടലാണത്. അത് കേവലം ഒരു അങ്ങനെ ഒരു ഭംഗി വാക്കിൽ അവസാനിപ്പിക്കുന്നതിന് പകരം ആ മക്കൾ ഇൻഷാ അല്ലാഹ് ഒരു ഉന്നതമായ സ്ഥാനത്തെത്തും. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ ആ കുടുംബം രക്ഷപ്പെടും. മാത്രമല്ല ഭാവിയിൽ ഇവർ വളർന്നു വന്ന ഒരു ജീവിതം അവർക്കറിയുന്നത് കൊണ്ട് നന്മകൾക്ക് മുന്നിൽ നിൽക്കാൻ അവരുണ്ടാകും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. വലിയ ഒരു സാമ്പത്തിക ബാധ്യത വരാറുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൊല്ലത്തേക്ക് ഒരു 1,00,000-നടുത്ത് രൂപ അവരുടെ ഭക്ഷണവും എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമായ പഠനവും അതിന് വരുന്ന അധ്യാപകരുടെ ചെലവും എല്ലാം നോക്കിയാൽ ഏതാണ്ട് 1,00,000 രൂപ ഒരു കുട്ടിക്ക് ചിലവ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഏറ്റവും നല്ല ഒരു സഹായം നിങ്ങളെല്ലാവരും നൽകണമെന്നുള്ളത് വളരെ സ്നേഹത്തോടു കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അനാഥകളോടൊത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ എല്ലാ നന്മകളോടും സഹകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഏതെങ്കിലും പാകപ്പിഴവുകൾ ഞങ്ങളുടെ നോമ്പുകളിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം നീ എത്രയും പെട്ടെന്ന് പുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാറുകൾ, ഞങ്ങളുടെ രാത്രി നമസ്കാരങ്ങൾ, ഞങ്ങളുടെ സദഖകൾ, ഞങ്ങൾ ഈ റമളാനിൽ നിർവഹിച്ച എല്ലാം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ തമ്പുരാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നരകം സഹിക്കാൻ കഴിയാത്ത ഒരിടമാണ്, താങ്ങാൻ കഴിയാത്ത ശിക്ഷകളുടെ ലോകമാണ് നാഥ. മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, നന്മകൾക്കുള്ള അവസരങ്ങൾ എത്രയും പെട്ടെന്ന് ഏറ്റെടുക്കാനും അത് വഴി സ്വർഗം കരസ്ഥമാക്കാനും കഴിയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരി സഹോദരങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ട് നാഥ. അവരുടെ രോഗത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ നീയാണല്ലോ നാഥ. അവരുടെ എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവരനുഭവിക്കുന്ന പ്രയാസത്തിന് അർഹമായ
പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, നമുക്ക് പ്രിയപ്പെട്ട പലരുമുണ്ട്. നാഥ, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ നീ വിശാലമാക്കണമേ തമ്പുരാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം അവർക്കും ഞങ്ങൾക്കും നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ പള്ളിയും ഈ സൗകര്യങ്ങളുമൊക്കെ ഈ രൂപത്തിൽ നമുക്ക് ഒരുക്കി തന്ന ആളുകൾ പലരും യാത്രയായിട്ടുണ്ടാകും. നാഥ, അവർക്കെല്ലാവർക്കും നീ അർഹമായ പുണ്യം നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഇനിയും ധാരാളം നന്മകൾക്ക് സഹകരിക്കാനുള്ള നല്ല മനസ്സും സാഹചര്യവും അതുമായി ബന്ധപ്പെട്ടവർക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ ദുനിയാവിലും ആഖിറത്തിലും നീ ബറക്കത്ത് ചൊരിയണം തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനന്നാർ. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന മഅൽ അബ്റാർ. توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.